നവമി കൊച്ചിയിലേക്ക് എത്തുമ്പോൾ എന്താണ് സാഹചര്യം? ഹരി പറയുന്നത് പോലെയാണോ അവിടുത്തെ തിയേറ്ററുകളുടെ അവസ്ഥ? നമ്മളൊരു കലാകാരൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ സർഗപ്രതിഭയൊന്നും ചോദ്യം ചെയ്യുന്നില്ല. അതൊക്കെ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയാണ്. അത്തരം സിനിമകളൊക്കെ ഇറങ്ങാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ ആളുകളുടെ ഒരു പ്രതികരണം എന്താണ്? അഭിലാഷ്, ആദ്യമായിട്ടായിരിക്കും ഒരു ചിത്രം തിയേറ്ററിൽ എത്തുമ്പോൾ അത് കാണാൻ ആളില്ല എന്നത് കാണുമ്പോഴുള്ള ഒരു സന്തോഷം ആദ്യമായിട്ടായിരിക്കും. കോടതിയിൽ കണ്ട തിക്കും തിരക്കും ഒന്നും ഒരു തിയേറ്ററുകളിലുമില്ല, കേരളത്തിൽ ഒരു തിയേറ്ററുകളിലുമില്ല. കൊച്ചിയിലെ ആദ്യ ഷോ തീരുമാനിച്ചിരുന്ന ന്യൂക്ലിയസ് മോളിലെ പാൻ സിനിമാസിൽ 10:15 ആദ്യ ഷോ തീരുമാനിച്ചത്. അത് ആളില്ലാത്തത് കൊണ്ട് ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷേണായ്സ് തിയേറ്ററിലാണ്. ഇവിടെ 12 മണിക്കാണ് ഷോ ആരംഭിക്കുന്നത്. ഇവിടെ ഓൺലൈനിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ 25ഓളം പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവരിനി എത്തുമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. പോലീസിന്റെ വലിയ ഒരു സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഡിവൈഎഫ്ഐ ഈ ഷോ ഇവിടെ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല, 12 മണിക്ക് വരെ തടയുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടെ ഒരു സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരല്ലേ അകത്ത് തിയേറ്ററിന്റെ ഉള്ളിലേക്ക് മറ്റു കാര്യങ്ങളൊക്കെ സുരക്ഷയൊക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. അല്പം മുമ്പ് എല്ലാവരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് എല്ലാ തിയേറ്ററിലെയും അവസ്ഥ. ഷോ കാണാൻ ആളില്ലാത്തതിനെ തുടർന്ന് നിർത്തിവെക്കേണ്ട സാഹചര്യമാണ്. ഈ ഷേണായ്സിലും ഇനി പ്രദർശിപ്പിക്കുമോ എന്നതാണ് അറിയേണ്ടത്. 25ഓളം പേരാണ് ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. അവരിനി വരുമോ എന്നും നമുക്കറിയില്ല. നേരത്തെ തന്നെ ചില ആളുകൾ കാറിൽ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇനി അവർ സിനിമ കാണാൻ വന്നവരാണോ എന്ന് നമ്മൾ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. 11:30യോടുകൂടിയായിരിക്കും ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുക. അപ്പോഴറിയാം വലിയ പ്രതിഷേധം ഉണ്ടാകുമോ, സിനിമ പ്രദർശിപ്പിക്കുമോ എന്നതൊക്കെ. എന്നാലും പൊതുവെ കേരളത്തിന്റെ പ്രതിഷേധം, അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് ഇത് കേരള സ്റ്റോറി അല്ല, ഞങ്ങളുടെ സ്റ്റോറി ഇതല്ല എന്ന് പറയാതെ പറയുന്നത് തന്നെയാണ് ഈ തിയേറ്ററിലേക്ക് വരാതിരിക്കുന്നതിലൂടെ അവർ ചെയ്തു വെക്കുന്നത്. കോഴിക്കോടൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. കോഴിക്കോട് ഇന്നലെ തന്നെ പ്രദർശനം ഇത് മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായി. ആളുകളില്ലാത്തതിനെ തുടർന്ന് മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായി. കൊച്ചിയിലും സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഈ കേരള സ്റ്റോറിക്കെതിരെ അല്ലെങ്കിൽ നിർമ്മാതാക്കൾക്കെതിരെ ഒരു പരാതി നൽകിയിരിക്കുകയാണ്. KSU യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആബിദ് അലിയാണ് ഇപ്പോൾ മൂവാറ്റുപുഴ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ പ്രധാനമായും പറയുന്നത്, നമുക്കറിയാം ഈ കോടതിയിൽ വാദം നടക്കുന്നതിനിടയിൽ ഈ ബീഫ് ഒരു നായികയുടേതാണെന്ന് തോന്നുന്നു, ഒരു പെൺകുട്ടിയുടെ വായിലേക്ക് നിർബന്ധിച്ച് വച്ചു കൊടുക്കുന്ന ഒരു സീനുണ്ട്. അത് കോടതിയിൽ നിർമ്മാതാക്കൾ പറഞ്ഞത് ആ സീൻ സിനിമയിലില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് തെറ്റിദ്ധരിപ്പിക്കുന്നതല്ലേ? ഈ ട്രെയിലറിലുള്ള സീൻ സിനിമയിലില്ല എന്ന് പറഞ്ഞ തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് കോടതിയിലേക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പരാതി ഇപ്പോൾ മൂവാറ്റുപുഴ പോലീസിലേക്ക് നൽകിയിരിക്കുന്നത്, യൂത്ത് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. കേരളത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കാനാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ശ്രമിച്ചതെന്നുകൂടിയാണ് ഈ പരാതിയിൽ പറയുന്നത്. അങ്ങനെ ഈ കേരള സ്റ്റോറി നമുക്കറിയാം, കേരള സ്റ്റോറിന്റെ ആദ്യത്തെ പാർട്ടിൽ പോലും തിയേറ്ററുകളിലൊന്നും വേണ്ട വിധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതേ ഉണ്ടായിരുന്നില്ല. തിയേറ്ററിൽ തന്നെ ആരും കണ്ടില്ല. സമാനമായ രീതിയിൽ തന്നെയാണ് കേരള സ്റ്റോറി 2നെയും കേരളം നോക്കിക്കാണുന്നത്. ഇത് ഞങ്ങളുടെ കഥയല്ല എന്ന് പറഞ്ഞു വെക്കുക തന്നെയാണ് ഇതിലൂടെ. വലിയ പ്രതിഷേധം, നമ്മൾ മലയാളികൾക്ക് പ്രതിഷേധിക്കാൻ പറ്റുന്ന ഒരു രീതി, അത് തിയേറ്ററിൽ വന്ന് ആ സിനിമ കാണാതിരിക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ തന്നെ കൃത്യമായി മലയാളികൾ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ഷോ, കൊച്ചിയിലെ തന്നെ ഉണ്ടായിരുന്ന ആദ്യത്തെ ഷോ 10:15 അത് ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയാണ്. മറ്റിടങ്ങളിലും സമാനമായ രീതിയിലാണ്. ഇന്നിപ്പോൾ വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലൊക്കെ ആളുകൾ തിയേറ്ററിൽ കാണാൻ വരുമോ എന്നത് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട്. എന്തായാലും ആദ്യ പ്രദർശനത്തിന് ആരും തന്നെ എത്തിയിട്ടുമില്ല. ഇനി ഷേണായ്സിലേക്കാണ് ഉറ്റുനോക്കുന്നത്. അത് ഓൺലൈൻ നമ്മൾ നോക്കുമ്പോഴാണ്, ബുക്ക് മൈ ഷോ വഴി നോക്കുമ്പോൾ 25ഓളം പേര് ഇത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവരിനി എത്തുമോ, അവരെ തടയാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകരെത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും കേരള സ്റ്റോറി കേരളത്തിൽ ഇതുവരേക്കും എങ്ങും തന്നെ പ്രദർശനം നടത്തിയിട്ടില്ല. അത് തന്നെയാണ് മലയാളികളുടെയും കേരളത്തിലുള്ളവരുടെയും പ്രതിഷേധമായി നമ്മൾ കണക്കാക്കേണ്ടത്. അഭിലാഷ്, എന്തായാലും മലയാളികൾ കേരള സ്റ്റോറി 2വിനോട് മുഖം തിരിക്കുന്നുവെന്നതാണ്. പ്രത്യേകിച്ച് ആദ്യ ദിവസം തന്നെ ഷോകൾ ക്യാൻസൽ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. ഇവിടെ ഒട്ടേറെ വിവാദമായ സിനിമകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നത് നമുക്കറിയാം. കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തെറ്റായ
വിവരങ്ങൾ ആണ് ആ ചിത്രത്തിലൂടെ പുറത്തുവിടാൻ ശ്രമിക്കുന്നത് എന്ന് വേണമായിരുന്നു അതിൻ്റെ ടീസർ കാണുമ്പോൾ മനസ്സിലാക്കാൻ. കാരണം കേരളത്തിൽ പല ആളുകളും ഇപ്പോൾ ബീഫ് കഴിക്കുന്ന ആളുകളുണ്ട്, കഴിക്കാത്ത ആളുകളുണ്ട്, പോർക്ക് കഴിക്കുന്ന ആളുകളുണ്ട്, പോർക്ക് കഴിക്കാത്ത ആളുകളുണ്ട്. അങ്ങനെ എന്ത് ഭക്ഷണം കഴിക്കണം എന്നതൊക്കെ നിയമപരമായി അനുശാസിക്കുന്ന ഏത് ഭക്ഷണവും കഴിക്കാം എന്നത് തന്നെയാണ് കേരളത്തിലെ ഒരു സാഹചര്യം. അവിടെ ആരും നിർബന്ധിക്കാറില്ല. ഇത്തരത്തിൽ മാംസാഹാരവും മത്സ്യവും ഒക്കെ കഴിക്കാത്ത നിരവധിയായ ആളുകളും ഉണ്ട്. അവർക്കും ആ നിലയിലൊക്കെ തന്നെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. അവിടെയാണ് ഈ പെരുപ്പിച്ച് കാണിക്കുക അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു എന്ന തരത്തിൽ തെറ്റായ ഒരു സന്ദേശം നൽകുക, അതിലൂടെ പലപ്പോഴും ഒരു ഭിന്നിപ്പിന് അവസരം ഉണ്ടാകുന്ന പശ്ചാത്തലം സൃഷ്ടിച്ചെടുക്കുക. അതാണ് നമുക്ക് ആ ചിത്രത്തിൻ്റെ ടീസറിലൂടെ മനസ്സിലാകുന്നത്. മാത്രവുമല്ല ഇതിൻ്റെ അണിയറ പ്രവർത്തകർ അടക്കം നടത്തിയ വാർത്താ സമ്മേളനത്തിലുമൊക്കെ അവർ ഇല്ലാത്ത വാദങ്ങൾ ആയിരുന്നു ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് 1-2 ആളുകളൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ആകർഷകരായി പോകുന്നു എങ്കിൽ കേരളത്തിൻ്റെ ജനസംഖ്യ എത്രയാണ് എന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ എത്ര ശതമാനമാണ് ഇവർ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെ എതിർക്കുന്നവർ എത്രത്തോളം എന്നതാണ്. എല്ലായിടത്തും പുഴുക്കുത്തുകൾ ഉണ്ടാകും എന്നത് നമുക്കറിയാം. ഏതൊരു സമൂഹത്തെ വിലയിരുത്തുമ്പോഴും അത്തരം പുഴുക്കുത്തുകൾ ഉണ്ടാകും. ഏത് പ്രദേശത്തും ഏത് രാജ്യത്തും ഉണ്ടാകും. പക്ഷേ അതിനെ ഏറ്റവും ചെറുത്തു തോൽപ്പിക്കുന്ന ഒരു തലമുറ, ഒരു സമൂഹം ഉള്ളിടത്താണ് ഇങ്ങനെ ഒരു തെറ്റായ സന്ദേശം നൽകാൻ ശ്രമിച്ചത്. ആ സന്ദേശത്തോട് കേരളം എങ്ങനെ മറുപടി നൽകുന്നു എന്നതിന് മറ്റു ചില ഉദാഹരണങ്ങൾ കൂടിയുണ്ട്. ആ ഉദാഹരണങ്ങളിലേക്ക് തന്നെയാണ് കേരള സ്റ്റോറിയുടെ അണിയറ പ്രവർത്തകർ കാണുന്നതിന് വേണ്ടി തന്നെയാണ് ഈ വാർത്തകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.